എന്നതിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദിവസം ഈ കേസിൽ മോചനം കിട്ടിയതിനു ശേഷം അദ്ദേഹം കോഴിക്കോട് എത്തിയത് സമയത്ത് നടത്തിയ പ്രസംഗം എന്നുള്ളത്. ആ പ്രസംഗത്തിലെ പ്രസക്തമായ വാചകങ്ങൾ ഇങ്ങനെയാണ്: ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നീതിക്കും ജനാധിപത്യത്തിനും വേണ്ടി പോരാടുമ്പോൾ ജയിൽവാസം ലഭിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പരാജയമാണ്. ഈ പോരാട്ട ഭൂമികയിൽ കിട്ടിയ ഒരു അവാർഡാണ് ജയിൽവാസം. അതുകൊണ്ട് നമ്മൾ ഈ പോരാട്ടം ഇനിയും തുടരും. നമ്മെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ നാം ഉയർത്തെഴുന്നേൽക്കും, നമ്മെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ നാം ആളിക്കത്തും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത്. അഥവാ ഈ പോരാട്ട ഭൂമികയിൽ നിന്നും തങ്ങൾ പിന്മാറില്ല എന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനമാണ് ദേശീയ പ്രസിഡന്റ് MK ഫൈസി SDPI പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നതും രാജ്യത്തോട് വിളിച്ചു പറയുന്നതും. കഴിഞ്ഞ 10 മാസത്തിലധികമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലായ തിഹാർ ജയിലിൽ കഴിഞ്ഞുകൊണ്ട് ആ മോചനം കിട്ടിയതിന് ശേഷം ഈ ഒരു പോരാട്ട ഭൂമികയിൽ നിന്നും പിന്മാറില്ല എന്നും ഈ ഒരു ഭരണകൂടത്തിനെതിരായ എതിർ ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ഇത് നൽകുന്നുള്ളത്. SDPIയുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലയിൽ സജീവമായി ഉണ്ടാകുമെന്നുള്ള നിലപാട് പ്രഖ്യാപനം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നുള്ളത്. ഏതായാലും ആ പ്രസംഗം നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങളോടൊപ്പം ചേരാനും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും വീണ്ടും അവസരം നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. ഈ കാലയളവിൽ പ്രാർത്ഥന കൊണ്ടും സപ്പോർട്ട് കൊണ്ടും എന്നെയും പാർട്ടിയെയും പിന്തുണച്ച മുഴുവൻ നല്ലവരായ വ്യക്തികളെയും സമൂഹങ്ങളെയും പ്രസ്ഥാനങ്ങളെയും വളരെ ഹൃദയത്തിൽ തൊട്ട നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. നമുക്ക്